നിർമ്മാണം ആരംഭിച്ച 4 മാസം പിന്നിടുമ്പോഴും തിരുവനന്തപുരം ചാല കമ്പോളത്തിലെ റോഡ് നിർമ്മാണം എങ്ങും എത്തിയില്ല. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി റോഡിന് ഇരുവശവും കുഴികൾ നിർമ്മിച്ചതോടെ കച്ചവടക്കാർക്കും ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യവും കുടിവെള്ളവും ഇല്ലാതായി. ഒരു ചെറിയ മഴ പെയ്താൽ വെള്ളക്കെട്ടാവുന്ന അവസ്ഥയിലാണ് ചാല മാർക്കറ്റും പരിസരവും. ഞാൻ ചോദിക്കേണ്ടത് എന്ത് കളക്ടറാണെന്നാണ്. എല്ലാവരും ചോദിച്ചാലും കളക്ടർ എല്ലാം കളക്ടറുടെ ചുമതലയാണെന്നാണ് പറയുന്നത്. കളക്ടറെ കാണാനുമില്ല. ഇതെന്ത് കളക്ടർ? ഈ മനുഷ്യർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ഇതെന്ത് വികസനമാണ് ചെയ്യുന്നത്? സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ച് 4 മാസം പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. മരാമത്ത് ജോലികൾക്കായി എത്തിച്ച യന്ത്രങ്ങളടക്കം റോഡിൽ നിർത്തിയിട്ടതോടെ യാത്രക്കാരും ദുരിതത്തിലായി. ദിനംപ്രതി 100 കണക്കിന് ആളുകൾ എത്തുന്ന ചാല മാർക്കറ്റിൽ സാധനം വാങ്ങുവാൻ പോലും ഇറങ്ങുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. റോഡിനിരുവശവും അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം ആരംഭിച്ചതോടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും കടകമ്പോളങ്ങളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലാണ്. ഈ പണി താമസിക്കുന്നതുകൊണ്ട് കടകളിലെല്ലാം വെള്ളം കയറി ഇവിടെ തന്നെ 10-18,000 രൂപയുടെ തീറ്റകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അടുത്ത് കാണുന്ന കട നിർത്തിപ്പോയി. വാടക കൊടുക്കാൻ അവർക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അയാൾ നിർത്തിയിട്ട് പോയി. ഈ കുടിവെള്ളം 2 സൈഡും കുടിവെള്ളം ആർക്കും കൊടുക്കുന്നില്ല. ഇതുവരെ കുടിവെള്ളം കണക്ട് ചെയ്തിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നും പ്രതിഷേധമുണ്ട്. ജില്ലയിലെ കളക്ടർ എന്ത് ചെയ്യുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇത് സൃഷ്ടിക്കുകയാണ് ചെയ്യണത്. ഇത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതെന്ത് കളക്ടറാണെന്ന് എനിക്ക് വീണ്ടും ഞാൻ ചോദിക്കാനുള്ളത്. ഇതെന്ത് ഭരണാധികാരി? എല്ലാ ചുമതല എടുത്ത് തലയിൽ കയറ്റിയിട്ട് അതൊന്നും പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഭരണാധികാരി? കോർപ്പറേഷനായാലും കൗൺസിലറായാലും എല്ലാം കണക്ക് തന്നെ. ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത തരത്തിലാണ് നിങ്ങൾ നോക്കൂ. ചത്ത് പൊങ്ങിക്കിടക്കുന്ന എലി. യാതൊരുവിധ കാരണങ്ങളും വ്യക്തമാക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നതെന്നാണ് ആക്ഷേപം. നിലവിൽ കടകളിൽ ശുദ്ധജലം കിട്ടാത്ത സ്ഥിതിയാണ്. കാലവർഷം കൂടി കനക്കുന്നതോടെ ചാല കമ്പോളത്തിലെ കച്ചവടക്കാർ കൂടുതൽ ദുരിതത്തിലാകും. ജനം, തിരുവനന്തപുരം.